വലിയ വാർത്തയാണ് സംഭവിക്കുന്നത്. അതെ, നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു. വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണി റോസ് പരാതി നൽകിയത്. അവിടെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എസ് രാഗിൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സംഘം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാഗിൻ, സെൻട്രൽ പോലീസിന്റെ സംഘം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അവർ ട്രാക്ക് ചെയ്യുന്നു, വയനാട്ടിലാണെന്ന് തിരിച്ചറിയുന്നു, ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിലാണെന്ന് തിരിച്ചറിയുന്നു. സംഘം സ്വാഭാവികമായും ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാകണം, അല്ലേ? തീർച്ചയായും. കാരണം ഇന്നലെ വൈകിട്ടാണ് പരാതി കൊടുക്കുന്നത്. തൊട്ടു പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം നേരെ വയനാട് എത്തുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും ACP നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിൽ എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന നില കഴിഞ്ഞ കുറച്ച് നാളുകളായി പല ആളുകളും സ്വീകരിക്കുന്നുണ്ട്. അതിൽ ശക്തമാണ് സൈബർ നിയമങ്ങൾ. ആ ശക്തമായിട്ടുള്ള സൈബർ നിയമങ്ങൾ പലരും ഉപയോഗിക്കാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വളരെ ബോൾഡായിട്ടൊരു തീരുമാനം ഇപ്പോൾ ഹണി റോസ് എടുത്തു. തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു കസ്റ്റഡിയിലേക്കും തുടർന്ന് അറസ്റ്റിലേക്ക് പോകുന്ന കാര്യവും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുക, മാത്രമല്ല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക. അത് ഇപ്പോൾ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരതി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ കേസിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പല തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടലും അതിലെ വീഡിയോസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരോട് മാത്രമല്ല മറ്റു പലരോടും ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താറുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തോട് നമ്മൾ തന്നെ ചോദിച്ച ഘട്ടത്തിൽ പറഞ്ഞത് അത് താൻ തമാശയായി പല കാര്യങ്ങളും പറയാറുണ്ടെന്നാണ്. പക്ഷേ അദ്ദേഹം വിവക്ഷിക്കുന്ന തമാശ എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമാണ് ബോധ്യം. പക്ഷേ അദ്ദേഹം വിവക്ഷിക്കുന്ന തമാശ വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്രിമിനൽ കുറ്റത്തിൽ പരാതിയുമായി ഒരാൾ പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുകൂടി ആണ് മനസ്സിലാക്കപ്പെടേണ്ടത്. ഇതിൽ ഹണി റോസ് ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയ ശേഷം ഇത്തരം കമന്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കാര്യം. ശക്തമായ നടപടി ഉണ്ടായാൽ ഇത്തരം ആളുകളൊക്കെ തന്നെ ഈ കമന്റ് ഇടുന്നത്, തോന്നിവാസ കമന്റ് ഇടുന്നത് നിർത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. ശക്തമായ നടപടി അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ചാൽ അതുണ്ടാകും എന്നതാണ് കാര്യം. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ആദ്യമിട്ട കമന്റിന് താഴെ വന്ന് ആദ്യമിട്ട പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ഇട്ടവരിലെ 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 20 പേരുടെ അറസ്റ്റിലേക്കും പോകുമെന്നാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. കുമ്പളം സ്വദേശി ഷാജി എന്ന് പറയുന്ന ഒരാളുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഇതിലൊരു കുറവ് വന്നിട്ടുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം ശക്തമായിട്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ നടപടി, വളരെ ബോൾഡായിട്ടുള്ള തീരുമാനം ഹണി റോസ് സ്വീകരിച്ചു. മാത്രമല്ല താനാണ് പരാതിക്കാരി. ആ പരാതിക്കാരി തന്നെ മോശമായി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്റെ പേര് പറഞ്ഞു തന്നെ കൊടുക്കണം, തന്റെ പേര് മറച്ചു വെക്കരുത് എന്ന കാര്യവും കൂടി അവർ ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വളരെ ബോൾഡായിട്ടുള്ള കാര്യത്തിൽ ഹണി റോസ് സ്വീകരിക്കുന്നത് ആ ഉറച്ച നിലപാട്, പരാതിക്കാരിയുടെ ഉറച്ച നിലപാട് കേസിനെ കുറെ കൂടി സ്ട്രോങ് ആക്കുന്നത്. അതുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വേഗത്തിൽ തന്നെ നടപടി ഉണ്ടാകുന്നതും. ഇനി നമുക്ക് വയനാട്ടിൽ കമലിലേക്ക് കൂടി ഒന്ന് പോകാം. കമൽ, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമം തുടങ്ങിയിരുന്നു ബോബി ചെമ്മണ്ണൂർ. അതിനിടയിലാണ് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന പോലീസിന്റെ പ്രധാനപ്പെട്ട നീക്കം ഉണ്ടായത് എന്നതാണ് ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? എപ്പോഴാണ് പോലീസ് സംഘം എത്തിയത്? എങ്ങനെയായിരുന്നു ഈ കസ്റ്റഡി നടപടികളിലേക്ക് പെട്ടെന്ന് കടന്നത്? അതടക്കമുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ഈ കൊച്ചിയിലെ സംഘം അവിടെ എത്തിയതിനു ശേഷമുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? രതീഷ്, ഈ രാവിലെയോടെ ഈ ബോച്ചയുടെ ഈ 1000 ഏക്കർ എന്നറിയപ്പെടുന്ന ബോബിയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് എറണാകുളത്ത് നിന്നെത്തിയ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. വളരെ ചടുലമായ നീക്കമാണ് പോലീസ് നടത്തിയത്. കാരണം ഇന്നലെ പരാതി ലഭിക്കുന്നു, കേസെടുക്കുന്നു, ഇന്ന് രാവിലെ തന്നെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം നേരെ എത്തിച്ചത് വയനാട് ജില്ലാ പോലീസ് ക്യാമ്പിലേക്കാണ്. AR ക്യാമ്പിൽ എത്തിച്ച ശേഷം അവിടെ ഏതാനും സമയം അവിടെ നിന്നാണ് വാഹനമൊക്കെ മാറ്റിയത്. അവിടം വരെ ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു കറുത്ത സ്കോർപിയോ കാറിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം. പിന്നീട് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോലീസിന്റെ വാഹനത്തിലാണ് വന്നത്. എന്തായാലും ഇപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് വയനാട് ചുരത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. താമരശ്ശേരി വഴി ആയിരിക്കും പോവുക. ഇനി എറണാകുളത്ത് എത്തിയ ശേഷമേ മറ്റ് നിയമ നടപടികൾ ഉണ്ടാകൂ എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ വൈദ്യ പരിശോധന ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യാതെ ഇന്നൊരു വൈദ്യ പരിശോധനയ്ക്ക് സാധ്യതയില്ല. ഇവിടെ വെച്ച് അത്തരം ഒരു സാധ്യതയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വൈത്തിരി താലൂക്ക് ആശുപത്രിയിലൊന്നും പോലീസ് വാഹനം നിർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ
നേരെ എറണാകുളത്തേക്ക് തിരിച്ചിരിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങളൊക്കെ എറണാകുളത്ത് എത്തിയ ശേഷമായിരിക്കും. കാരണം പരാതി ലഭിച്ചതും കേസെടുത്തതും ഒക്കെ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടിക്രമങ്ങളൊക്കെ എറണാകുളത്ത് വെച്ചായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. രതീഷ്, കമലും രാഗനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. വയനാട് പുത്തൂർമലയിലുള്ള AR ക്യാമ്പിലേക്കാണ് ആദ്യം ബോച്ചയുടെ സ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് പോലീസിന്റെ വാഹനത്തിലേക്ക് മാറ്റുകയും പോലീസിന്റെ ബൊലേറോയിലാണ് വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര. അവിടെ നിന്ന് കൊച്ചിയിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ് രാഗിൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടങ്ങി. രാഗിൻ, വയനാട്ടിൽ ഒരുപക്ഷെ വൈദ്യപരിശോധന ഉണ്ടായേക്കും എന്തായിരുന്നു ആദ്യം കമൽ ഉൾപ്പെടെ അവിടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കരുതിയത്. പക്ഷേ വേഗത്തിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അറസ്റ്റ് കൊച്ചിയിൽ വന്നതിന് ശേഷമായിരിക്കുമോ രേഖപ്പെടുത്തുക? അങ്ങനെയാണോ അതിന്റെ നടപടിക്രമങ്ങൾ? ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? ഇന്ന് തന്നെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കേണ്ടതാണല്ലോ അതിന്റെ നിയമ നടപടിക്രമം. രണ്ടു തരത്തിലും പോലീസിന് കാര്യങ്ങൾ സ്വീകരിക്കാം. എന്തായാലും ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ഇവിടെ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കൂടുതൽ സാധ്യത. എന്തായാലും വരും നിമിഷത്തിൽ നമുക്ക് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. എന്തായാലും ചടുലമായൊരു നീക്കമാണ് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അവിടെ എത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു, പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. തുടർന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, അതോടൊപ്പം തന്നെ IT ആക്ട് ഉൾപ്പെടെയുള്ളവ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക, അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് പരാതി വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കുറെ ഡിജിറ്റൽ തെളിവുകൾ പെറ്റീഷണർ തന്നെ നൽകിയിട്ടുമുണ്ട്. അതിലൊക്കെ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള തെളിവുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറെ കൂടി ശക്തമാണ് നിയമങ്ങൾ. അതിന്റെ കൂടി ഭാഗമായിട്ട് ഇത്തരം നിയമങ്ങളുടെ സംരക്ഷണം തേടിയാൽ, അത് കൃത്യമായി തന്നെ നൽകാൻ തയ്യാറായാൽ ഈ ക്രിമിനലുകളൊക്കെ തന്നെ പിടിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് തീർച്ചയായും കൂടിയാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇതോടൊപ്പം തന്നെ ഈ ഹണി റോസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇട്ട കമന്റുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും വരും ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരു അറസ്റ്റ് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. 30ഓളം പേരാണ് ഇതിൽ നിരീക്ഷണത്തിലായിട്ടുള്ളത്. 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ 20 പേരിലേക്കും പോലീസ് എത്തും. അതിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റ്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് പോലീസിന് ശേഖരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, ബോബി ചെമ്മണ്ണൂരിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളില്ല. കാരണം വിസിബിൾ ആയിട്ടുള്ള ഒട്ടനവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുണ്ട്. പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ പരാതികൾ ഇപ്പോൾ ഹണി റോസ് ആണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ പരാതികളും ഇതിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ നൽകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഒട്ടനവധി ഇൻസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഹണി റോസിനോട് മാത്രമല്ല, മറ്റു പലരോടും ഇത്തരത്തിൽ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ സംബന്ധിച്ചുള്ള പരാതി ഉണ്ടെങ്കിൽ തുടർ നടപടികളും തുടർ കേസുകളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഇന്ന് രാവിലെ ACP ജയകുമാർ പറഞ്ഞതും അതുതന്നെയായിരുന്നു. അറസ്റ്റിന് സൂചന നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. മാത്രമല്ല ഇതിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കേണ്ട അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു കാര്യവും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ശരി, എസ് രാഗനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ വിപുലമായ ഒരു പദ്ധതി കൊച്ചി സെൻട്രൽ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ വയനാട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കൃത്യമായി ബോബി എവിടെയാണ് എന്നത് ലൊക്കേറ്റ് ചെയ്യുകയും അവിടേക്ക് എത്തുകയും ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ്.